നമസ്കാരം, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല കിട്ടിയിലും ടേസ്റ്റുള്ള ഒരു പാലപ്പമാണ്. നടുവൊക്കെ നല്ല സോഫ്റ്റായിട്ട്, അരിയൊക്കെ നല്ലതായിട്ട് മൊരിഞ്ഞ സൈഡ് തിന്നാൻ തന്നെ എന്നോ ടേസ്റ്റാണ്. ഇത് തലേദിവസം വൈകിട്ട് മാവ് അരച്ച് വെച്ചിട്ട് രാവിലെയാണ് അപ്പം ഉണ്ടാക്കിയത്. ഇപ്പോൾ എല്ലാവരും ചിന്തിക്കും, ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, എന്നാൽ പിന്നെ ഇൻസ്റ്റൻറ്റ് പൊടി വാങ്ങിച്ചുണ്ടാക്കിയാൽ പോരാന്ന്. ഇൻസ്റ്റൻറ്റ് പൊടി പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അതിലെ ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിച്ച് നോക്കിയാൽ നമ്മൾ പിന്നെ എപ്പോഴും വിചാരിക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് നല്ലതെന്ന്. ഈ അപ്പത്തിന് രുചി കൂട്ടാൻ വേണ്ടി ഞാൻ അതിൽ പ്രത്യേക സാധനം ചേർക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ തേങ്ങയുള്ള ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയതാണ്. അതങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു അസാധ്യ ടേസ്റ്റാണ് അപ്പത്തിന്. ആദ്യം നമുക്ക് നമ്മുടെ സ്പെഷ്യൽ പാനീയം റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് തേങ്ങാവെള്ളമാണ്. ആ 1/4 കപ്പ് തേങ്ങാവെള്ളത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത്, വായു കടക്കാത്ത ഒരു കുപ്പി കിട്ടുമെന്ന്, അതാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് നന്നായി മുറുക്കി അടച്ച് മിനിമം 24 മണിക്കൂർ വെക്കണം. 48 മണിക്കൂർ വെക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. ഞാനിത് 24 മണിക്കൂറാണ് വെച്ചത്. അതായത് ഒരു ദിവസം വൈകിട്ട് വെച്ചാൽ അടുത്ത ദിവസം വൈകുന്നേരത്ത് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് അപ്പത്തിനുള്ള മാവ് ശരിയാക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് പച്ചരിയാണ്. 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി മിനിമം 3 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കൂത്ത് വെച്ചേക്കണം. അങ്ങനെ എടുത്താണ് ഞാനിപ്പം. എന്നിട്ട് ഇനി നമുക്കതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങാവെള്ളം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 24 മണിക്കൂർ കഴിഞ്ഞെടുത്താണ്. നമ്മൾ ഈ അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് ശകലം പോലും വെള്ളം ചേർക്കുന്നില്ല. മുഴുവൻ തേങ്ങാവെള്ളത്തിൽ തന്നെയാണ് അരയ്ക്കുന്നത്. ആദ്യം നമുക്ക് അരി തന്നെ ഒന്ന് അരിക്കാം. 1 മിനിറ്റ് അരി ഒന്ന് അരഞ്ഞതിന് ശേഷം നമുക്കിനി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരയും കൂടെ ഇട്ട് അരച്ചെടുക്കാം. അതിലേക്ക് വീണ്ടും നമ്മൾ തേങ്ങയുടെ വെള്ളമാണ് ഒഴിക്കുന്നത്. അത് 1 മിനിറ്റ് ഒന്ന് അരഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഇനിയും ചോറ് ആഡ് ചെയ്യാം. ഇത് ഞാൻ എടുത്തിരിക്കുന്ന കുത്തിരിച്ചോറാണ്. നമുക്ക് പച്ചരിച്ചോറാണെന്നല്ലോ ആഡ് ചെയ്യാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും നമ്മുടെ ബാക്കിയുള്ള തേങ്ങാവെള്ളയും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് അതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ മാവിനെ ഇനി ഒരു 8-10 മണിക്കൂർ അവിടെ വെച്ചേക്കാം. നമ്മൾ വൈകിട്ട് അരച്ചിട്ട് രാവിലെ എടുത്തുണ്ടാക്കിയാകുമ്പോഴത്തേക്ക് 8-10 മണിക്കൂറാവും. ഇപ്പോൾ 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാലും കൂടി ചേർക്കാം. ഇത് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് ഈ പാല് ചേർക്കേണ്ടത്. അതായത് പാല് ചേർത്ത് 1 മണിക്കൂറൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അപ്പം ഉണ്ടാക്കാം.
ഇതാണ് ഇപ്പം നമ്മുടെ അപ്പത്തിൻ്റെ മാവിൻ്റെ പരുവ് എന്ന് പറയുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് അപ്പം ഉണ്ടാക്കാം. ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക എന്ന് വെച്ചാൽ നമ്മളെ മാവ് ഒത്തിരി ഉണ്ടെങ്കിൽ കുറച്ച് അപ്പം ഉണ്ടാക്കാനുള്ളെങ്കിൽ അല്ല അപ്പത്തിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കിയാൽ മതി. അപ്പച്ചട്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മുടെ ഏറ്റവും ചെറിയ ബർണർ ഉണ്ടെങ്കിൽ അതിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അത് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്ക് തുറന്നു നോക്കുന്നത് നല്ലതായിരിക്കും. അവർക്ക് അതിൻ്റെ വേവിൻ്റെ പരുവ് മനസ്സിലാവും. അപ്പത്തിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ മപ്പാസാണ്. അത് ചിക്കൻ മപ്പാസ് ആകാം, മട്ടൻ മപ്പാസ് ആകാം, അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂ ആകാം, എന്ത് വേണമെങ്കിലും. നമ്മുടെ കിട്ടില്ലൻ ചിക്കൻ മപ്പാസിൻ്റെ വീഡിയോ ഇതിൻ്റെ തൊട്ട് പിന്നാലെയുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരുപാട് നല്ല വിഭവങ്ങളുമായിട്ട് വരുന്നതായിരിക്കും.